ഹലോ, വെൽക്കം ബാക്ക് ടു madlychum. ഇന്നത്തെ എൻ്റെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിതാ ഒരു സുന്നത്ത് വ്ളോഗായിട്ടാണ് വന്നത്. എൻ്റെ ഒരു സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സുന്നത്ത് കഴിഞ്ഞ മക്കൾക്ക് എന്താണ് ഫുഡ് കൊടുക്കുക, അതേപോലെ തന്നെ അവരെങ്ങനെ കെയർ ആക്കുക എന്നൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതാ അറിയാത്തവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതാ ആദ്യം തന്നെ സുന്നത്ത് കഴിഞ്ഞ് കുട്ടികളെ കിടത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു മുണ്ട് ഇങ്ങനെ കെട്ടിയിട്ട് താഴേക്ക് ഇങ്ങനെ തൂക്കിയിടലുണ്ട്. അപ്പോൾ അതെങ്ങനെ കെട്ടുകയെന്നൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ അതാ ഒരു കയറെടുത്തിട്ട് രണ്ട് സൈഡിലായിട്ട് കെട്ടി വെക്കുക. പിന്നെ അതാ ഒരു തുണി എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗമായിട്ട് കുറച്ച് മടക്കിയിട്ട് അതിലൊരു വേറൊരു കയറ് വെച്ച് കെട്ടുക. ഇതാ ആ കയറും മറ്റേ കയറും കൂടി കൂട്ടി കെട്ടുക. ഇതാണ് കേട്ടോ നമ്മൾ തുണി കെട്ടുന്ന രീതി. ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെ മേത്ത് തട്ടുമില്ല കേട്ടോ. അതാണ് പിന്നെ ഇങ്ങനെ കെട്ടുന്നത്. ഇനി നമുക്ക് സുന്നത്ത് കഴിഞ്ഞ മക്കൾക്ക് കൊടുക്കുന്ന ഫുഡിൻ്റെ രീതികളൊന്ന് നോക്കാം. ഓരോരുത്തരും ഓരോ സ്റ്റൈലിലാണ് കേട്ടോ ചെയ്യൽ. അപ്പോൾ അതാ തലേ ദിവസം ഉണക്കമുന്തിരിയും അതേപോലെ 2 അണ്ടിപ്പരിപ്പും കുറച്ച് ബദാമും എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കുതിരാൻ വേണ്ടിയിട്ട്. തലേ ദിവസം ഇട്ട് വെച്ചതാണ്. അങ്ങനെ അതാ പിറ്റേന്ന് ഇത് കുതിർന്ന് കഴിഞ്ഞതിന് ശേഷം അത് മുന്തിരി ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ആ വെള്ളം കുടിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ രാവിലെ എണീറ്റേക്ക് തന്നെ കൊടുക്കുന്നത് മോൻക്ക്. ഇത് കുടിച്ച് കഴിഞ്ഞിട്ട് ഇതാ മോന് പിന്നെ ഫുള്ള് കളിയാണ്. അസുമോന് പിന്നെ സുന്നത്ത് കഴിഞ്ഞ് പറഞ്ഞിട്ടൊന്നും കാര്യമല്ല. ആകപ്പാടെ ഒരു 5-6 ദിവസം കിടന്നു കഴിഞ്ഞിട്ട് പിന്നെ മോന് ഫുള്ള് കളിയാണ് കേട്ടോ. കിടത്തുന്ന തന്നെയല്ല. അപ്പോൾ ഇനി ആരെങ്കിലും മക്കളെ സുന്നത്ത് കഴിക്കാൻ കൊണ്ടുപോകുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം മക്കളെ കിടത്താൻ നോക്കുക. ഒരു 2 ആഴ്ചയെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കിടത്തുക കേട്ടോ. അപ്പോൾ അതാ ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമ്മൾ ഉള്ളിച്ചോറും അതേപോലെ കുറച്ച് ബീഫുമാണ് കൊടുക്കുന്നത്. ഉള്ളിച്ചോറിൽ കുറച്ച് കുരുമുളകും അതേപോലെ നെയ്യും ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയതാണ് ചോറ്. പിന്നെ ബീഫ് നമുക്ക് ഉണ്ടാക്കിയ തന്നെയാണ്. അതിൽ നിന്ന് 2 കഷ്ണം അതും കൂട്ടിയിട്ടാണ് ചോറ് കൊടുക്കുന്നത്. അങ്ങനെ ഫുഡ് കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം 8 മണി കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു 9 മണി 9:30 ആയപ്പോൾ അതാ മോനിക്ക് ഒരു ആപ്പിൾ കഴിക്കാൻ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിപ്പിക്കുക. അടുത്തത് ഇതാ നല്ല എണ്ണയൊക്കെ തേച്ചിട്ടുള്ള കുളിയാണ്. അപ്പോൾ തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് നല്ലെണ്ണയാണ് എടുക്കുന്നത്. പിന്നെ നമ്മൾ മേത്ത് തേക്കാൻ വേണ്ടിയിട്ട് ഇതാ ക്യാരറ്റ് ഓയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു ക്യാരറ്റ് ഓയിൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ക്യാരറ്റും അതേപോലെ തേങ്ങയൊക്കെ ആട്ടിയിട്ട് വെളിച്ചെണ്ണ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇതൊക്കെ. അങ്ങനെ ഇതാ ക്യാരറ്റ് ഓയിലൊക്കെ തേച്ച് മോനെ അവിടെ ഇങ്ങനെ പുറത്തിരുത്തിയിരിക്കുകയാണ്. തലയിൽ നമ്മൾ കുളിക്കുന്നതിന് കുറച്ച് മുമ്പായിട്ടാണ് എണ്ണ ഇടൽ കേട്ടോ. എണ്ണ തേച്ചിരിക്കുന്ന ടൈമിലാണ് അരിഷ്ടം അതേപോലെ ലേഹ്യമൊക്കെ കൊടുക്കൽ. അപ്പോൾ അതാ അരിഷ്ടമായിട്ട് ഇതാ ജീരകാരിഷ്ടമാണ് കൊടുക്കുന്നത്. അതുപോലെ ലേഹ്യം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ചെറിയുള്ളി ഈത്തപ്പഴമൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ ഇവിടെ തന്നെ കൊടുക്കട്ടോ. ചെറിയുള്ളി ലേഹ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കിലോ ചെറിയുള്ളിയും അതേപോലെ 1/2 കിലോ ഈത്തപ്പഴവും പിന്നെ 2 തേങ്ങയും. തേങ്ങയുടെ തേങ്ങാപ്പാലാണ് വേണ്ടത്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഒരു കുക്കറിലിട്ട് ഒരു വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഇതിൽ ചെറിയൊരു കഷ്ണം മഞ്ഞൾ ഇട്ടിട്ടുണ്ട്. ഇതിലിതാ പച്ചമഞ്ഞളാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അങ്ങനെ ഇത് മൊത്തം ഒരു വിസിൽ വരുന്നത് വരെ വേവിക്കുക. പിന്നെ ഇത് ഒരു അടി കട്ടിയുള്ള പാത്രത്തിൽ നന്നായിട്ട് ഇങ്ങനെ വഴറ്റിയും കൊണ്ടിരിക്കുകയാണ്. അടുപ്പത്ത് ഉണ്ടാക്കുന്നത് തന്നെ ആയിക്കോട്ടെ സുഖം. നന്നായിട്ട് കുറുക്കി എടുത്ത് വെക്കുക. ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്ന പാകത്തിൽ ഇങ്ങനെ വിട്ടെടുക്കുക. അതിനിടയ്ക്ക് ഇതാ നെയ്യും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതാ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചെടുക്കുക. എന്നിട്ട് ഇങ്ങനെ കുറുക്കി എടുക്കുക. അവസാനം ഇതാ ഈ സ്ട്രക്ചറിൽ വരും. പിന്നെ ഇതിൽ മധുരത്തിന് വേണ്ടിയിട്ട് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. കാരണം ഈത്തപ്പഴത്തിൻ്റെ മധുരം തന്നെ ഉണ്ടാവും. അതാ ഇപ്പോൾ ശരിക്കും ഒരു മിഠായി പോലെ ആയിട്ടുണ്ട് കേട്ടോ. കയ്യിൽ നിന്ന് ശരിക്കും എണ്ണ വേറെ ഇത് വേറെ ആയിട്ട് അങ്ങനെ തന്നെ കാണുന്നുണ്ട്. അങ്ങനെ ഇതാ ലേഹ്യം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ബോൺവിറ്റേൻ്റെ ഒരു ബോട്ടിൽ എടുത്തിരിക്കുകയാണ്. ഇതിലുണ്ടായിരുന്നത് ഇതാ കഴിയാനായിട്ടോ. ഏകദേശം ഇനി ഒരു 3 ദിവസത്തേക്ക് കൊടുക്കാനും കൂടി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാ അടുത്ത ഉണ്ടാക്കി വെച്ചിരിക്കുകയാണിത്. അങ്ങനെ അതാ ലേഹ്യമൊക്കെ തിന്ന് കഴിഞ്ഞിട്ട് മോന് പുറത്ത് ഇരുന്നിട്ട് തന്നെ ഇങ്ങനെ കളിക്കുകയാണ്. തേച്ച് കഴിഞ്ഞിട്ട് മാക്സിമം 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറെങ്കിലും ഇരുത്താൻ നോക്കും. അപ്പോൾ അവസാനത്തെ സ്റ്റേജ് ആകുമ്പോൾ ഞങ്ങളൊരു എന്തെങ്കിലും ഒരു ജ്യൂസ് കൊടുക്കലുണ്ട്. അപ്പോൾ അതാ ഒരു ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ചെറിയ ഗ്ലാസ്സാണ്. അപ്പോൾ അതൊന്ന് കൊടുക്കുകയാണ്. അങ്ങനെ ഇതാ ജ്യൂസൊക്കെ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ കുളിക്കുന്നത് ഇതാ കടലപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് കുളിപ്പിക്കൽ. അങ്ങനെ കുളി കഴിഞ്ഞ് വരുമ്പോഴാണ് പഴം വാട്ടിയതും അതേപോലെ ഹോർലിക്സൊക്കെ കൊടുക്കൽ. അപ്പോൾ അതാ പഴം നന്നായിട്ട് വാടാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഡ്രൈ ആക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യൽ. അതാകുമ്പോഴാണ് അവൻ കഴിക്കൽ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ നെയ്യ് ഒഴിച്ചിട്ട് അതിലിങ്ങനെ മൊരിയിച്ചെടുക്കുകയാണ്. അങ്ങനെ ഈ പഴത്തിലേക്ക് ഒരു പിടി തേങ്ങ ചിരകിയിട്ട് അതിൻ്റെ തേങ്ങാപ്പാൽ ഇങ്ങനെ പിഴിഞ്ഞ് 2 മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കൽ. അതിൻ്റെ കൂടെ ഹോർലിക്സോ ബൂസ്റ്റോ അതും കൂടെ കൊടുക്കലുണ്ട്. അങ്ങനെ പിന്നെ ഒരു 1:30 ആകുമ്പോൾ നമ്മളിതാ ഉച്ചക്കത്തെ ഫുഡ് കൊടുക്കും.
ഇതിലിതാ പപ്പായ ഉപ്പേരിയും അതേപോലെ ഉണക്കലും പിന്നെ ബീട്രൂട്ടും ക്യാരറ്റും കൂടിയുള്ള തേങ്ങ അരച്ച കറിയാണ് ഇന്നത്തെ ഉച്ചക്കത്തെ ലഞ്ച്. ലഞ്ച് കഴിഞ്ഞിട്ട് ഇതാ നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നട്ട്സ് എടുത്ത് കൊടുക്കലുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 6 മണി 5:30 ആകുമ്പോൾ നമ്മളിതാ അനാർ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ ഒരു മുട്ട പൊരിച്ചതും കൊടുക്കുകയാണ്. പിന്നെ ഇതാ വൈകുന്നേരം ആയപ്പോൾ ഇതിൻ്റെ ഇടയിൽ എപ്പോഴോ ഒരു ചോക്കോബാർ എടുത്ത് കഴിക്കുന്നുണ്ട്. അസുമോൻക്ക് പിന്നെ എന്ത് കഴിക്കുകയാണെങ്കിലും ഫോൺ നിർബന്ധമാണ് കേട്ടോ. അപ്പം അത് കണ്ടിട്ട് എങ്ങനെയൊക്കെയോ കുടിപ്പിക്കാൻ നോക്കുകയാണ്. അങ്ങനെ ഇതാ രാത്രി ഒരു 8 മണി 8:30 ആയപ്പോൾ ഇതാ അനാർ വേണമെന്ന് പറഞ്ഞിട്ട് അനാറിന് വാശി പിടിച്ചിട്ട് ഇങ്ങനെ കഴിക്കുകയാണ്. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കില്ല എന്നറിയാം. അപ്പോൾ കുറേ കൊടുക്കാതെ നോക്കി. പക്ഷെ അത് വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് പിന്നെ അതന്നെ കൊടുത്ത്. അത് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയൊക്കെയോ വേറെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് വാശി പിടിക്കാൻ നോക്കിയെങ്കിലും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഞ്ഞി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, മറന്നുപോയി. അപ്പോൾ ഇതാ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു ദിവസം. സുന്നത്ത് കഴിച്ച അതുമോൻ്റെ ഫുഡും കെയറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ മാക്സിമം ഒന്ന് സപ്പോർട്ടാക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.